മുട്ടത്തറ കല്ലുമുടിലെ ഈ വീടിന് മുന്നിൽ കൂടി പുത്തൻ വസ്ത്രങ്ങളും അണിഞ്ഞ പുതിയ ബാഗും തൂക്കി പുസ്തകങ്ങളുമായി മറ്റു കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അതെല്ലാം നോക്കി മാത്രം നിൽക്കേണ്ടി വരുന്ന 2 കുട്ടികളുണ്ട് ഈ വീടിന്റെ ഉള്ളിൽ. ഇതുവരെയായിട്ടും ബുക്ക് പോലും വാങ്ങിക്കാനും പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിലും പോയിട്ടില്ല. ഒരു നിവൃത്തിയില്ല. ആ ഭക്ഷണത്തിന് പോലും ആരും സഹായിക്കണമില്ല. മാതൃഭൂമി വാർത്തയ്ക്ക് പിന്നാലെ കുടുംബത്തിന് സഹായവുമായി നിരവധി പേർ. കുട്ടികൾക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങളും മറ്റ് അവശ്യവസ്തുക്കളും എത്തിച്ചു നൽകാൻ നേതൃത്വം നൽകി വിവിധ സംഘടനകൾ. വീടിന്റെ മേൽക്കൂരയും ശൗചാലയവും നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനവുമായി കോൺഗ്രസ്. ഇന്നിപ്പോൾ ഈ മാതൃഭൂമിയിൽ വന്ന വാർത്ത ആണ് ഈ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടത്. ചോർന്നൊലിക്കുന്ന ഷീറ്റാണ്. പിന്നെ അടിയന്തരമായിട്ട് അത് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. പിന്നെ ഈ ടോയ്ലറ്റ് സംവിധാനമില്ല. ഒരു ബാത്റൂം കൂടെ കെട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ചുകൂടെ ഞങ്ങൾ ആലോചിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി SBI ബാങ്ക് പോലീസ് അസോസിയേഷനും. ന്യൂസ് കണ്ടപ്പോഴാണ് അപ്പോൾ എൻ്റെ ഇന്ന് മോള് സ്കൂളിൽ പോകും 1-ാം തീയതി അല്ലേ. അപ്പോൾ അവരുടെ സ്കൂളിൽ നമ്മൾ ഒരുക്കി സന്തോഷത്തോടെ വിടുന്ന കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ വാർത്ത മാതൃഭൂമി പത്രത്തിൽ കണ്ടപ്പോഴാണ് നമുക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയത്. നമ്മളങ്ങനെ ബ്രാഞ്ചിൽ പോയി ഞങ്ങളുടെ കൂടെ തന്നെ സ്റ്റാഫ് ഒരു 6-7 പേരുണ്ട്. അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും അതിന് പൂർണ്ണമായിട്ട് സന്തോഷമായിരുന്നു. അങ്ങനെ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കളക്ഷൻ എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയത്. വീട്ടിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കൊടുക്കും. സ്കൂളുള്ള ദിവസങ്ങൾ പിന്നെയാണ് മനസ്സിലായത് ശനിയും ഞായറും ഒരു ആഹാരം ഇല്ല എന്നുള്ളത്. അങ്ങനെ ശനിയും ഞായറും നമ്മൾ അതിനുള്ള സഹായം ചെയ്യും. അല്ലാത്ത ദിവസം ശരിക്കും ചെയ്യാൻ പാടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. എന്നിരുന്നാലും അമ്മയ്ക്കും ചേച്ചിക്കും കൂടെയുള്ള ഫുഡും കൂടെ ഞാൻ സ്കൂളിൽ നിന്ന് കൊടുത്തു വിടുമായിരുന്നു. തൊട്ടടുത്താണ്, പക്ഷേ എനിക്കറിയില്ലായിരുന്നു അത് 2 കുട്ടികളുണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ അവർ പറഞ്ഞനുസരിച്ച് ഞാൻ 2 പേരുടെയും വിദ്യാഭ്യാസ സൗജന്യമായിട്ട് ഈ വർഷം പഠിപ്പിക്കാനുള്ള എല്ലാ ധാരണ ചെയ്യുന്നു. നിലവിൽ ഇവർ താമസിക്കുന്നത് ബന്ധുവീട്ടിലാണ്. ഇനി ഇവർക്ക് ആവശ്യമുള്ളത് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടാണ്. കുടുംബത്തിന് ഒരു വരുമാന മാർഗവും. അനുപമാറിനൊപ്പം ജിബിൻ GB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.